ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നിഫ്റ്റിയെ വളരെ കൂലങ്കഷമായിട്ട് ഇന്ന് അറുത്ത് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറച്ച് സമയം ചിലപ്പം ഒരു പക്ഷേ ഞാൻ നീണ്ടേക്കാം. പിന്നെ സഹിക്കാൻ തയ്യാറുള്ളവർ മാത്രം കേൾക്കുക, പഠിക്കാൻ തയ്യാറുള്ളവർ മാത്രം കേൾക്കുക. കാരണം നിഫ്റ്റിയുടെയും പിന്നെ മിഡ് ക്യാപ്പിനെയും ശരിക്കും ആദ്യം മുതലേ മൊത്തത്തിൽ നമ്മൾ അവലോകനം ചെയ്യുക. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ മാർക്കറ്റിന് എങ്ങോട്ട് പോകും, എങ്ങനെയാണ് സാധ്യതകൾ എന്ന് വളരെ കൂലങ്കഷമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോവുകയാണ്. അപ്പം താല്പര്യമുള്ളവർ മാത്രം കാണുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിക്കാൻ ഇച്ചിരി വീഡിയോക്ക് ഇച്ചിരി നീണ്ടു പോകും, പക്ഷേങ്കിൽ നിങ്ങൾക്ക് താല്പര്യം, കാരണം അങ്ങനെ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. അല്ലാതെ ഒരു ക്യാപ്സൂൾ രൂപത്തിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. കാരണം വെച്ചാൽ ഞാൻ അപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചാർട്ടിൽ വരയ്ക്കുന്നത്, ചേട്ടൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മുതൽ A to Z എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ച് നമ്മൾ ലൈവായിട്ട്, നമ്മൾ നേരത്തെ ഞാൻ വരച്ചെന്ന് വെച്ചിട്ടില്ല, നമ്മൾ ലൈവായിട്ട് ഒന്നിച്ച് ഇത് വരയ്ക്കുകയാണ്. അപ്പം ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പം അതിനു മുമ്പ് വേറെ കാര്യം പറയാം. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശനിയാഴ്ചയാണ്. ഓക്കെ, ഞാൻ ഇന്ന് വീക്കിലി അനാലിസിസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ വീണ്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ലെവലുകളൊക്കെ നിങ്ങളുടെ ചാർട്ടിനകത്ത് വരച്ച് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തകളുണ്ടെന്നുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ വൈകുന്നേരം ഞാൻ ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രാത്രി മാത്രമേ ഉള്ളൂ, ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു ദിവസം ഫുൾ ഡേ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ സമയം ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, അപ്പം അത് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും പെയ്ഡ് ഗ്രൂപ്പിന് വേണ്ടി നിലവിളിക്കുന്നുണ്ടെങ്കിൽ ഇൻബോക്സിൽ ധാരാളം ആൾക്കാർ മെസ്സേജ് അയക്കുന്നു, ചേട്ടാ ഒരു പെയ്ഡ് ഗ്രൂപ്പ് തുടങ്ങരുത്. ഞാൻ അതിനെതിരാണ്. കാരണം ഞാനൊരു പെയ്ഡ് ഗ്രൂപ്പ് സത്യം പറഞ്ഞാൽ ഒരു 6-7 മാസം ഞാൻ നടത്തിയതാണ്. അതിനകത്തിൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. മനസ്സിലായി? അത് മാനസിക പ്രയാസം ഉണ്ടാക്കും എന്നുള്ളതിനൊരു തെളിവാണ് ഒരു പെയ്ഡ് ഗ്രൂപ്പ് ഞാൻ നടത്തിയത്. അത് നിർത്തിയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ആ പെയ്ഡ് എന്ന് പറഞ്ഞ പരിപാടി അങ്ങ് നിർത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കമ്മിറ്റ്മെൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ ട്രേഡിനെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ അപ്പം നിങ്ങളുടെ ഇതിനെ മാനസികാവസ്ഥയെ അത് ബാധിക്കും. കാരണം ഇപ്പോൾ കോൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പകുതി പേരെടുക്കും, പകുതി പേര് ലോസിൽ പോകും, പകുതി പേര് ലാഭം വരും. പിന്നെ പകുതി നഷ്ടം വന്നവരെ പിന്നെ ഞാൻ കരകയറ്റാൻ നടക്കണം. പിന്നെ വാളും പരിചയം ഞാൻ ഇറങ്ങേണ്ടി വരും, രക്ഷാദൗത്യം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഒരു പെർമനൻറ്റ് സൊല്യൂഷനും അല്ല. മനസ്സിലായി? കോള് തന്ന് നിങ്ങളെ മാർക്കറ്റിൽ നിലനിൽക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഒരാടെയും നിന്നും നിങ്ങൾക്ക് കോള് മേടിച്ച മാർക്കറ്റിൽ ഒരിക്കലും നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പം അതിനുള്ള ബെസ്റ്റ് വഴിയാണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഗ്രാജുവലി പഠിക്കാനേ പറ്റത്തുള്ളൂ. ഒരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ടോ, ഒരാഴ്ച കൊണ്ടോ, ഒരു മാസം കൊണ്ടോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കൃത്യമായിട്ട് എന്നെ ഫോളോ ചെയ്ത് എൻ്റെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രേഡ് എടുക്കാൻ തക്ക രീതിയിലുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് വരും. ആ ലെവലിലോട്ട് എത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. വേറൊരു ഉദ്ദേശമില്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, കോൾ കൊടുക്കാനൊന്നും എനിക്ക് വകുപ്പില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഓഫ്ലൈനായിട്ട് മാത്രം. നാട്ടിൽ എപ്പോഴാണ് വരുന്നത് ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ കാശ് മേടിക്കും. ഓക്കെ, അതെന്തേരം ഞാൻ പറയാം. ഓക്കെ, അതിപ്പോൾ ഇപ്പോഴൊന്നും അതിന് പറ്റത്തില്ല. കാരണം ഓൺലൈനിൽ പലരും നടത്താൻ പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും നടക്കുന്ന കേസല്ല. നേരിട്ട് വന്ന് നിങ്ങളെ കണ്ട് സംസാരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രം. അതൊക്കെ പിന്നത്തെ വിഷയം, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നിഫ്റ്റിയെ ഒന്ന് കൂലങ്കഷമായിട്ടൊന്ന് കീറി മുറിച്ച് നിഫ്റ്റി മിഡ് ക്യാപ്പിനെ, മിഡ് ക്യാപ്പാണ് എൻ്റെ ഏറ്റവും, നിങ്ങൾക്ക് എന്നെ അടുത്തറിയുന്നവർക്ക് അറിയാം, ഞാൻ മിഡ് ക്യാപ്പിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് എടുത്തിട്ടുള്ളത്. മിഡ് ക്യാപ്പിൻ്റെ ഈ അവസ്ഥ മാറിയപ്പോഴാണ്, ഈ മന്ത്ലി ഓപ്ഷൻ ഇത് വന്നപ്പോഴാണ്, കോൺട്രാക്ട് വന്നപ്പോഴാണ് നിഫ്റ്റി നമ്മൾ കുറച്ച് മാറി നിൽക്കണം, മിഡ് ക്യാപ്പിൽ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നമ്മൾ മിഡ് ക്യാപ്പിൽ മാത്രമായിരുന്നു ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പേര് തന്നെ അങ്ങനെയല്ലേ, മിഡ് ക്യാപ്പ് ഡോക്ടർ എന്നല്ലേ. അപ്പം നമുക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതും പിന്നെ വിന്നിങ് പ്രോബബിലിറ്റി കൂടുതലുള്ളതും എല്ലാം മിഡ് ക്യാപ്പിലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നിർഭാഗ്യവശാൽ അതങ്ങനെ ആയിപ്പോയി. ഓക്കെ, അപ്പം പിന്നെ തലയ്ക്ക് മീതെ വെള്ളം പൊങ്ങിയാൽ പിന്നെ വെള്ളത്തിന് മീതെ തോണി ഇറക്കാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിഫ്റ്റിയിലോട്ട് ഇറങ്ങിയത്. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പം ചാർട്ടിൻ്റെ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം മിഡ് ക്യാപ്പിലോട്ട് പോവാം. മിഡ് ക്യാപ്പ് ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേങ്കിൽ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എല്ലാ ചാർട്ടിനകത്തിലും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, നമ്മളൊരു ചാർട്ടിനകത്തിലെ ഒരു ക്യാൻഡിലെ സ്വഭാവങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇവിടുന്ന് കിട്ടുന്ന നുറുങ്ങുകൾ മറ്റുള്ള ഇൻഡെക്സുകളിലും, നിങ്ങളിപ്പോൾ ഏത് ഇൻഡെക്സിലാണ് ട്രേഡ് ചെയ്യുന്നത്, ബാങ്കിലോ
ബാങ്ക് എക്സിലോ അല്ല ബാങ്ക് നിഫ്റ്റിയിലോ സെൻസെക്സിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എവിടെ ആണെങ്കിലും നടക്കും. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ. ഓക്കെ, ഒരു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് വണ്ടിയും ഗ്രാജുവലി ഓടിക്കാൻ പറ്റും. ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാറ് പഠിച്ചു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മാരുതി 800 ആണ് ഓടിക്കുന്നത് വിചാരിച്ചു. മാരുതി 800 നമ്മൾ പഠിച്ച് അതിന് ശേഷം മാരുതി 800ന് ശേഷം പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം നമ്മൾ ഒരു വാഗണാർ ഒന്ന് ട്രൈ ചെയ്യും ഇല്ലേ. അപ്പോൾ വാഗണാർ വലിയ ആദ്യത്തെ ദിവസം കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളായിരുന്നു. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വാഗണാർ കഴിഞ്ഞ് പിന്നെ ബ്രസയിലോട്ട് കയറും. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി പിന്നെ ബ്രസ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു മിനി ലോറിയൊക്കെ ഓടിക്കാൻ പറ്റുമായിരിക്കും. ആ മിനി ലോറി ഓടിച്ച് കുറച്ച് കൈ തെളിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോറി ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഭാരത് ബെൻസ് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ അങ്ങ് തെളിയും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മിഡ് ക്യാപ്പിലോട്ട് വരാം. മിഡ് ക്യാപ്പിൽ കഴിഞ്ഞ ദിവസം നല്ല ഒരു ബൈയിങ് പ്രഷറും കണ്ടു, ഒരു സെല്ലിങ് പ്രഷറും കണ്ടു. അപ്പോൾ നമുക്ക് ഇതിനെ മൊത്തത്തിൽ നമുക്ക് കളയാം. ഓക്കെ, മൊത്തത്തിൽ നമുക്ക് ഇതിനെ ഈ ചാർട്ടെല്ലാം കളയാം. നമുക്കിത് വേണ്ട. നമുക്കതിൻ്റെ അവസാനം നമുക്ക് നോക്കാം. നിങ്ങളോട് കൂടെ 25 ഡ്രോയിങ് അതിൽ കിടപ്പുണ്ട്, മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനെ വീക്കിലി അനുസരിച്ച് നമുക്ക് ഡേ ടൈം ഫ്രെയിമിലോട്ടൊന്ന് വന്ന് നോക്കാം. ഡേ ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് മിഡ് ക്യാപ്പിൻ്റെ ഡേ ടൈം ഫ്രെയിം. ഓക്കെ, നമുക്ക് വീക്കിലി ഒന്ന് നോക്കാം എന്തെങ്കിലും. ഞാനിത് മുന്നേ കൂട്ടിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ മുന്നിച്ചാണ് നോക്കുന്നത്. നമുക്ക് എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് മിഡ് ക്യാപ്പിൻ്റെ എന്താണ് ഒരു വീക്കിലി ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പണ്ടൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയാണ്? എന്നെ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഇത് 2024 മുതൽ അല്ലെങ്കിൽ ഇവിടെ മുതൽ ഇത് 2023 മുതൽ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. കണ്ടോ, കറക്റ്റാണ്. നോക്കിക്കേ, ഞാൻ ട്രെൻഡ് ലൈൻ വരച്ചാൽ നിങ്ങൾ കണ്ടോ? ഇതൊരു ക്ലാസ്സും കൂടെ ആണ്. നിങ്ങൾ ഇതൊരു ക്ലാസ് ആയിട്ടൂടെ നിങ്ങൾ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതാ നോക്കിക്കേ, കറക്റ്റായിട്ട് എല്ലാ ലൈൻസും നമുക്ക് ടച്ച് ചെയ്ത് ഒരു സംഭവം നമുക്ക് കിട്ടി. ഇതാ നോക്കിക്കണ്ടോ, ഒന്നിവിടെ ഇവിടെ അടുത്ത് വന്നു, ഇവിടെ വന്നു ബ്രേക്ക് ചെയ്ത് താഴെ പോയി ഇല്ലേ. അപ്പോൾ ഇത് ഒരു മേജർ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇനി മോളോട്ടൂടെ നമുക്കിതിനെ വേണമെങ്കിൽ ഒന്ന് പ്ലോട്ട് ചെയ്യും. വേണ്ട, അത് താഴത്തെ കാര്യം മാത്രം സംസാരിക്കും. ബാക്കി പിന്നെ മേളത്തെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കും. വേണമെങ്കിൽ നിങ്ങൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നവർ ഈ ട്രെൻഡ് ലൈൻ തന്നെ കോപ്പി ചെയ്ത് വേണം നിങ്ങൾ വേറൊരു ട്രെൻഡ് അതിൻ്റെ മുകളിൽ പാരലായിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്കൊക്കെ വ്യത്യസ്ത ആശയങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ നമുക്കത് മേലോട്ടത്ര ഒരു സുഖമായിട്ട് നമുക്ക് കാണുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ലൈവായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് വേണ്ടത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ചെറിയ ഒരു സപ്പോർട്ട് നമുക്ക് കാണുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ വന്ന് മേളിൽ പോയിട്ട് ഇവിടെ വന്ന് കുറേ നേരം സപ്പോർട്ട് എടുത്തു. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി. പിന്നെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി. വീണ്ടും ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്തു. വീണ്ടും റീടെസ്റ്റ് ചെയ്തു. വീണ്ടും മുകളിൽ പോയി. വീണ്ടും താഴെ വന്ന് വീണ്ടും ലൈൻ ബ്രേക്ക് ചെയ്തു. പിന്നെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. നേരെ തിരിച്ചു പോയി. വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് താഴെ നിന്നു. ഓക്കെ, ഇപ്പം ഇതാണ് ഇപ്പം നിലവിൽ ഇതിൻ്റെ ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പം നിഫ്റ്റി ഈ മിഡ് ക്യാപ്പ് ഒരു ക്രൂഷ്യൽ സ്റ്റേജിലാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. അതായത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിൻ്റെ വീക്കിലി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീക്കിലി ക്യാൻഡിൽ താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം വീക്കിലി ബേസിസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇത് നിൽക്കുന്നത് കറക്റ്റ് ഒരു സപ്പോർട്ടില്ല. അതാ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഞാനൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം. ഒരു സപ്പോർട്ട് ലൈൻ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇതാണ് ഒരു സപ്പോർട്ട് ലൈൻ. ഇത് ബ്ലൂ കളറാക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതൊരു സപ്പോർട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ പെൻസിൽ എന്ത് ചെയ്യേ, ഇത് സപ്പോർട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാ ഇവിടെ നോക്കിക്കേ, ഇപ്പം നമ്മളിവിടെ സപ്പോർട്ട് വരച്ചു അല്ലേ. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒന്ന്, ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു വീക്കിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത്, ഇവിടെയും ഇത് ബ്രേക്ക് ചെയ്തെങ്കിലും ഇതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. അപ്പം ഇതിപ്പം നിലവിൽ നിൽക്കുന്നത് 12.11.990, 12,000 കൂട്ടിക്കുക നിങ്ങൾ. 12,000 നമുക്കത് 12,000 ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു റൗണ്ട് ഫിഗർ കിട്ടുമല്ലോ. നമുക്കൊരു റൗണ്ട് ഫിഗർ നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല.
പക്ഷെങ്കിൽ നമുക്കതൊന്ന് അത് 12,000 ആക്കിയേക്കാം. വേണ്ട, അവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ അതിനൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നമുക്കൊരു 90 ആക്കാം. അത് അങ്ങനെ കിടക്കട്ടെ. 11,990 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട്. ഓക്കെ, ഇതായിരിക്കും ഒരു മേജർ സപ്പോർട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 11,990 മുകളിൽ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ദൈവമേ, അത് പോയോ? എന്തു പറ്റി? 11,990 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഉള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഇനി ഈ വീക്കിലി അനാലിസിസിൽ ഈ ലോ ബ്രേക്ക് ചെയ്താൽ, ഈ ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ള ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നോക്കണം, ഈ ലൈൻ നോക്കണം, പിന്നെ ഈ ലൈൻ നോക്കണം. ഈ രണ്ട് സപ്പോർട്ടാണ് നമുക്കുള്ളത്. നമുക്കൊന്ന് വരച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളവർ. വീക്കിലി ബേസിസിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇത് ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ക്ഷമയുള്ളവർ നിങ്ങൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഈ സംഭവം ഇത് ഒന്നുകൂടെ ഞാൻ വരയ്ക്കാം. ഇവിടെ ഒരു ഇത് വരയ്ക്കാം. ഓക്കെ, അവിടെ ഒരു സപ്പോർട്ടുണ്ട് നമുക്ക്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കാണാം. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇവിടെ തട്ടി തിരിച്ച് പോയേക്കാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 11,990 മുകളിൽ വീക്കിലി ബേസിസിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് പോകണം. ഇതാണ് വീക്കിലി ബേസിസിൽ. ഇനി നമുക്ക് അടുത്ത വീക്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, ക്ലോസിങ് കിട്ടണം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ തന്നെ വീക്കിലി ബേസിസിൽ നമുക്കൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി, ഒരു ഗ്രീൻ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ അല്ല, ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യും. എത്ര ആയാലും കുഴപ്പമില്ല, നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ്പ് മൂവ് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. മിഡ് ക്യാപ്പിനകത്തിൽ നമുക്ക് ഒരു അപ്പ് മൂവ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം വീക്കിലി ബേസിസിൽ. അതിനുശേഷം ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വീക്കിലി ബേസിസിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഇതാണ് വീക്കിലി ബേസിസിൽ മിഡ് ക്യാപ്പിനകത്തിൽ ഞാനിപ്പോൾ നിലവിൽ ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ്, ഇതായിരിക്കും. ഓക്കെ, ഈ രണ്ട് റേഞ്ച് കൂടുതൽ ഞാൻ വരയ്ക്കുന്നില്ല. അത് കൂടുതലാണ്, ഭയങ്കര 1000 പോയിൻ്റാണ് ഇവിടുന്ന് ഇവിടം വരെ. 1000 പോയിന്റ് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ മൂവ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ബജറ്റൊക്കെ വരുവാണ്. അപ്പോൾ എന്തുവാ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതായിരിക്കും ഒരു റേഞ്ച്. അപ്പോൾ ഞാൻ ഈ റേഞ്ച് ഒന്ന് കനപ്പിച്ചിടാം. ഓക്കെ, ഇതും 11,990 ഇത് രണ്ടുമായിരിക്കും മേജർ സപ്പോർട്ട്. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ നമ്മൾ കൺഫേം ഉറപ്പിച്ചു, താഴോട്ട് ഇനിയും പൊട്ടൽ താഴോട്ട് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ വരച്ച് വെക്കാം. ഇവിടെ ഇത് അറിയോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ 2, ഇവിടുന്ന് 3, ഇവിടുന്ന് 4, ഇവിടുന്ന് 5 പ്രാവശ്യം ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട സ്ഥലമാണ്. അതിനുശേഷമാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി മേലോട്ട് പോയത്. അതുപോലെ തന്നെ അടുത്ത സപ്പോർട്ട് 11,140 നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ ഉള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ, വീക്കിലി ബേസിൽ മനസ്സിലായല്ലോ. നമുക്കിനിയും ഡെയിലി ബേസിലോട്ട് വരാം. ഡെയിലി ബേസിൽ ഇനി പറയേണ്ട കാര്യമില്ല, വീക്കിലി ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡെയിലി ബേസിൽ പറയേണ്ട കാര്യമില്ല. ഓക്കെ, എങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. ഇവിടെ ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ഇത് തന്നെ, ഇതിനകത്തിലും പ്രത്യേകിച്ച് പറയാനില്ല. ഇത് തന്നെ സംഭവം. ഇതിൻ്റെ മുകളിൽ 11,990 മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ് ട്രെൻഡ് പറയാൻ പറ്റത്തുള്ളൂ. ഇതിന് മുകളിൽ നമുക്ക് ഒരു ഡേ ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസിങ് കിട്ടണം. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അപ്പ് മൂവ് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ പിന്നെ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. പിന്നെ ബാക്കി താഴോട്ട് നോക്കിയാൽ മതി. പിന്നെ ബജറ്റാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലായിരിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് 5 മിനിറ്റിലോട്ട് വരാം. ഓക്കെ, തിങ്കളാഴ്ച മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ റേഞ്ച് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, തിങ്കളാഴ്ച നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർക്കറ്റ്
അന്നത്തെ 24-ാം തീയതി ഇല്ലേ, 24-ാം തീയതി മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടി. ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് വീണ്ടും നേരെ താഴോട്ട് വന്നു, പിന്നെ മുകളിലോട്ട് പോയി, പിന്നെ അല്ല ഇവിടെ ഇവിടെ ഇതല്ലേ, അത് തന്നെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നേരെ താഴെ വന്നു, നേരെ മുകളിൽ പോയി, വീണ്ടും നേരെ താഴെ വന്നു. അപ്പം ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ഇൻട്രാഡേ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം വേണ്ടത് ഇതാണ്. ഓക്കെ, ഇൻട്രാഡേ ലെവലിൽ ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഈ കാണുന്ന സപ്പോർട്ട്, ഈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഇതാണ് നമ്മുടെ റേഞ്ച്. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ റേഞ്ച് വരയ്ക്കാൻ കാര്യം എന്നറിയാമോ? ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. ഇതാ നോക്കുക, കണ്ടോ ഞാൻ എന്തുകൊണ്ടാണ് അവിടെ നീട്ടി വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറയാം കേട്ടോ. നോക്കിക്കേ, ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ പിന്നെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ മാർക്കറ്റ് നേരെ തിരിച്ചു പോയി, വീണ്ടും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അനുമാനം. ഓക്കെ, മനസ്സിലായ കാര്യം. അപ്പോൾ ഇതാണ് ഇൻട്രാഡേയിൽ. അപ്പം ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നോ ട്രേഡിംഗ് സോണാണ്. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിന് മുകളോട്ട് ആണെങ്കിൽ അപ് ട്രെൻഡ്, മുകളിലോട്ട് നമ്മൾ വരച്ചില്ലല്ലോ. ഒരു മിനിറ്റ്, മുകളിലോട്ട് നമുക്ക് ഇനി അടുത്തൊരു ഈ ഒരു ടാർഗറ്റ് കൂടെ ഉണ്ട് അല്ലേ. ഒരു ടാർഗറ്റ് നമ്മൾ വരച്ചു, രണ്ടാമത്തെ ടാർഗറ്റ് ഒന്നും കാണുന്നില്ല ഇവിടെ. നമുക്കൊരു 45 മിനിറ്റ്സിലോട്ട് മാറ്റി നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിലൂടെ നമ്മൾ മാറ്റി നോക്കാം. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം മാറ്റി നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു പോയിന്റ് കിട്ടി ഇല്ലേ. ഇതൊരു പോയിൻ്റാണ് 12,391. അത്രയും വേണ്ട, ഇവിടെ പറയും ഇത്ര. ഓക്കെ, എന്തുകൊണ്ടാണ് അവിടെ വരച്ചത്? കാരണം ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, 3 റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ തന്നെ വേറെ നമുക്ക് വരയ്ക്കാൻ, ഇതിനിടയിൽ വരയ്ക്കാനൊക്കെ ഇത് വേണമെങ്കിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത വേണ്ട, ഇതിനാവശ്യമില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് എവിടെയാണ്? നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഈ ഒരു സപ്പോർട്ട് വേണ്ട, നമുക്ക് ഈ ട്രെൻഡ് ലൈൻ തന്നെ മതി. എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് നമുക്കൊരു സംഭവമായിട്ട് വരയ്ക്കാം. നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, എന്തുകൊണ്ട് ഞാനിവിടെ വരയ്ക്കുന്നു? അതിനുള്ള ആൻസർ ഞാൻ പറയാം. ഇവിടെ 1, 2, ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴെ പോയി, വീണ്ടും മുകളിൽ പോയി, വീണ്ടും ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ. പിന്നെ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. പിന്നെ ഇവിടെ ഒരു ഡോജി ഉണ്ടായി. അപ്പോൾ ഇതൊരു ഒരു ഇൻട്രാഡേ ലെവലിൽ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ലെവലല്ലേ, ഇപ്പോൾ നമ്മളതിനെപ്പറ്റി വരച്ച് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ലെവൽ മേലോട്ട് ഇത് സംഭവം. അടുത്തത് ഒരെണ്ണം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളോട്ട്. അപ്പോൾ ഇത്രയാണ് മുകളോട്ടുള്ള ലെവലുകൾ. ഓക്കെ, ഒരാൾ ഫോൺ വിളിച്ചു, ഒന്ന് നോക്കിക്കോട്ടെ. സോറി, നമ്മുടെ ഒരു പെട്ടെന്നൊരു കോൾ വന്നു. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എൻ്റെ ആദ്യം മുതൽ തന്നെ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു ആളാണ്, ഒരു CA ആർ രജനീഷ് മൂർത്തിയുണ്ട്, ആലപ്പുഴക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മദർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ ഈ സമയം ഇപ്പോഴാണ് ഞാൻ ന്യൂസ് അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ കോൾ വന്നത്. ഓക്കെ, ഈ തരുണത്തിൽ എൻ്റെ എല്ലാവിധ കണ്ടോളൻസസും രേഖപ്പെടുത്തുന്നു. ദൈവം ഈശ്വരൻ ആ കുടുംബങ്ങളെ ഇത് ഓവർകം ചെയ്യാനുള്ള ശക്തി അവർക്ക് നോട്ടെ. മനുഷ്യന് മരണം എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും വിധിച്ചിട്ടുള്ളതാണ്. ഓക്കെ, മാനുഷികമായിട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും വേദനജനകം. പക്ഷേ ഒരു നാൾ ഞാനായാലും നിങ്ങളായാലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. ഓക്കെ, അപ്പം എല്ലാവിധ കണ്ടോളൻസും ഈ സമയം നേരുന്നു. ഗ്രൂപ്പിൻ്റെയും എൻ്റെയും എല്ലാവരുടെയും പേരിൽ രജനീഷ് ഭായ്, കണ്ടോളൻസസ്. ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ. ഒരു അമ്മയുടെ അഭാവം എന്ന് പറയുന്നത് അത് ആർക്കും നികത്താൻ പറ്റുന്ന സംഭവമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പിന്നെ സബ്ജക്റ്റ് മാറിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്കിനി താഴോട്ടുള്ള സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത് നമ്മൾ പറഞ്ഞ് ഇവിടെയാണ് അതിൻ്റെ ഓപ്പണിങ്. താഴോട്ട് നമുക്ക് ഇങ്ങോട്ടൊറ്റ ഒരു സംഭവമുള്ളൂ. വീഴുവാണെന്നുണ്ടെങ്കിൽ നല്ല വീഴ്ചയായിരിക്കും താഴോട്ട്.
ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ 45 മിനിറ്റ്സിലാണ് കിടക്കുന്നത്. നമുക്ക് ഓക്കെ, നമുക്ക് 15 മിനിറ്റ്സിലോട്ടൊന്ന് മാറ്റി നോക്കാം. നമുക്ക് ഈ സപ്പോർട്ട് കിട്ടണമല്ലോ, നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഒന്നും കാണുന്നില്ല അവിടെ. 45 മിനിറ്റ്സിലോട്ട് വീണ്ടും മാറ്റി നോക്കാം. ആ ഏരിയയിലെങ്കിൽ ഒരു സപ്പോർട്ട് കാണുന്നില്ല, ഫ്രീ ഫോൾ ആയിരിക്കും വീഴുമ്പോൾ. ഇവിടെയാണ് ഒരു പ്രശ്നം. വീഴുവാണെങ്കിൽ പിന്നെ നല്ല ഫ്രീ ഫോൾ ആയിരിക്കും, ഫ്രീ ഫോൾ. പിന്നെ താഴെ ഉള്ളൂ. ചെറിയ ഇൻട്രാഡേ ലെവലിൽ നമുക്കൊരു സപ്പോർട്ടെന്ന് പറയാനുള്ളത് ഇവിടെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, വെച്ച് വലുതാക്കി കാണിക്കുക. പിന്നെ ഒരു ഇൻട്രാഡേ ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് നോക്കാനുള്ളത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഇതാണ് ഒരു ഇൻട്രാഡേ ലെവൽ സപ്പോർട്ട്. എന്തുകൊണ്ടാണ് ഞാനിവിടെ ഇൻട്രാഡേ ലെവൽ വരയ്ക്കാൻ കാര്യം നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ഞാൻ ലൈവായിട്ടാണ് വരയ്ക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കണം കേട്ടോ. നോക്കിക്കേ, എന്തുകൊണ്ടാണ് ഇവിടെ വരച്ചത്? ഇവിടെ വന്നു റെസിസ്റ്റൻസ് എടുത്തു, നേരെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മേളിൽ പോയി, വീണ്ടും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടെ കുറേ സസ്റ്റെയിൻ ചെയ്തു, വീണ്ടും തിരിച്ച് ഇവിടെ വന്നു, ഇത് ബ്രേക്ക് ചെയ്തു, താഴെ പോയി, പിന്നെ ഇവിടെ ഗ്യാപ്പ് അപ്പ്, വീണ്ടും താഴെ പോയി, വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യാൻ ഇവിടെ ശ്രമിച്ചു, മേളിൽ പോയി സപ്പോർട്ട്. അപ്പോൾ ഇഷ്ടം പോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് പരിഗണിച്ചത്. ഓക്കെ, മനസ്സിലായല്ലോ കാര്യം? ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വരയ്ക്കുന്നത്. നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്കിനി അതിനെ ഒരു മാർക്കായിട്ട്, ഇതൊക്കെ ഒരു പഠന സംഭവമാണ് കേട്ടോ. നിങ്ങളപ്പം ഒരു എന്താ പറയുന്നത്, ഇതിനെ ഒരു പഠനമായിട്ട് കാണുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ക്യാപ്സൂൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇവിടുന്ന് വീഴുവാണെങ്കിൽ നല്ല ഫ്രീ ഫോൾ ആയിരിക്കും, ഇങ്ങനെ തന്നെ ഇവിടെ കടന്നോട്ടെ. ഓക്കെ, അതിന് ശേഷം താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴോട്ട് ഇത്. ഓക്കെ, ഈ രണ്ടെണ്ണം വരയ്ക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടോ നമുക്ക് അന്നേരം നമുക്ക് നോക്കാം, ഇതിനകത്തോട്ട് താഴോട്ട്. ഓക്കെ, ഇത് 12,000 ഒരു 200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പാണ് ഈ കാണുന്നത്. ഇവിടെ 750, 500. ഓക്കെ, ഇവിടെ ഒരു 200, 250 പോയിൻറ്റ്. കാരണം വേറെ ഇവിടെ ഒന്നും സപ്പോർട്ടുകളൊന്നും കാണാനില്ല. വേറെ പുതിയ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കവിടെ ഒരു സംഭവമുള്ളൂ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ? ഇതിനകത്ത് നിങ്ങൾക്ക് നോ ട്രേഡിംഗ് സോൺ, ഒന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്തു, അങ്ങോട്ട് മേലോട്ട് ബ്രേക്ക് ചെയ്യുകയോ ചെയ്തു വേണം നമുക്ക് ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ. അപ്പോൾ അങ്ങനെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം കഴിഞ്ഞു. മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുന്നില്ല, ഇങ്ങോട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ സമയം ഒത്തിരി പോയി. നമുക്ക് അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? നിഫ്റ്റിയിലോട്ട്. നിഫ്റ്റിയെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മൊത്തം അഴിച്ചു പെറുക്കാം. ഓക്കെ, മൊത്തം അഴിച്ചു പെറുക്കി നമുക്കൊന്ന് റീഅസംബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വരകളും കുറികളും ഒക്കെ അതിനകത്ത് കാണും, ഇല്ലേ? ഇത് കണ്ടോ, ഭീകരമായ ഇഷ്ടം പോലെ കിടക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കളഞ്ഞേക്കാം, അതൊന്നും വേണ്ട. നമുക്ക് ആദ്യം മുതൽ ഇന്ന് കീറി മറിക്കാം, ഒരു ഓപ്പറേഷൻ നടത്തി നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, എല്ലാവരും നോക്കിക്കണ്ട് പഠിക്കുക. ഓക്കെ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലൈൻസ് എല്ലാം എടുത്ത് കളയാം. 39 ഡ്രോയിങ്സ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, എല്ലാം കളഞ്ഞു. ഓക്കെ, നമുക്കിതിനെ വീക്കിലിയിലോട്ടൊന്ന് മാറ്റി നോക്കാം. വീക്കിലി നോക്കുമ്പോൾ എന്താ നമ്മളതിനകത്ത് കാണുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വീക്കിലി നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? വീക്കിലി നോക്കുമ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിനകത്ത് കാണാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. വീക്കിലി നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഞാൻ നോക്കിക്കേ, എനിക്ക് കാണാൻ പറ്റുന്ന ട്രെൻഡ് ലൈൻ ഇതാണ്. ഇവിടെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം, എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ. ഇതാ നോക്കുക, കണ്ടോ? സൂപ്പറല്ലേ ഉണ്ടോ? ഒരു സൂപ്പർ. നോക്കാം, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതൊരു സൂപ്പർ. നമുക്കിത് വലിച്ച് നോക്കാം, വലുതാക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കറക്റ്റ് അതിൻ്റെ വിക്ക് അതേൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ മേലോട്ട് കയറി നിൽക്കുക, അല്ലേ? ബാക്കി എല്ലാം കറക്റ്റാണ്. നമ്മുടെ പോയിൻ്റ് എല്ലാം വളരെ കറക്റ്റാണ്. അപ്പോൾ നോക്കിക്കേ, നിഫ്റ്റി നോക്കിക്കേ, വീക്ക്ലി ബേസിസിൽ ഒരു സൂപ്പർ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഇവിടെ നിഫ്റ്റിക്ക് വളരെ 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 നിർണായകമാണ്, ഒരു നിർണായകമായ ഏരിയയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വളരെയധികം പേടിക്കണം. ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് നിഫ്റ്റിയുടെ ഭാവിയെ തന്നെ പിന്നെ എന്താ പറയുന്നത്, ഒരു പ്രശ്നമാക്കുന്ന ഏരിയയാണിത്. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ 23,000 എന്നുള്ള ഏരിയ, ആ റേഞ്ച് പൊട്ടിയാൽ പിന്നെ നമുക്കുള്ളത് ഇത് നമ്മുടെ ഇലക്ഷൻ്റെ ദിവസം താഴെ പോയ ആ ദിവസമാണിത്. ഓക്കെ, നമുക്കപ്പോൾ പിന്നെ പൊട്ടിയാൽ നോക്കട്ടെ, നമുക്ക് നോക്കാം എവിടം വരെ വരും നോക്കാം. ഇവിടെങ്ങൊന്നും ഇല്ല, ഇവിടെ ഇല്ല, ഇത് പോരാ, ഇത് കൊള്ളാം, ഈ സാധനം കൊള്ളാം. ഓക്കെ, അപ്പം നമുക്കിത് വരയ്ക്കാം. ഓക്കെ, ഈ സാധനം കൊള്ളാം. എന്തുകൊണ്ട് കൊള്ളാമെന്ന് പറയുന്നത്?
ഇവിടെ ഇവിടെ നോക്കിക്കേ, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ 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 ഒന്ന് ഞാൻ വരച്ച് കാണിക്കാം. നിങ്ങൾക്ക് നല്ല പനിയാണ് കേട്ടോ, വൈറൽ ഫീവറാണ് ഇവിടെ എല്ലാം, അതുകൊണ്ട് പോയോ. നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾ വീക്കിലിയാണ്, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്, ഇത് ബ്രേക്ക് ചെയ്തെങ്കിലും താഴെ വന്ന് ക്ലോസ് ചെയ്തു, ഇവിടെ റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻസ്, ഒന്ന് ഇത് 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 കണ്ടോ, നല്ല ഈ ഏരിയ ഫുള്ള് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അങ്ങനെയാണ് 23,878 അതിനെ നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം, വരച്ചേക്കാം. ഓക്കെ, നിങ്ങൾ അക്ഷമരായിട്ടിരിക്കണം കേട്ടോ. അത് നമ്മുടെ ക്ലാസ് ആണെന്ന് വിചാരിച്ചാൽ മതി, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ക്ലാസ് ആണെന്ന് വിചാരിച്ചാൽ മതി. 78 നമുക്കത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അതിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ 23,878 അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട്. ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 23,092 നിൽക്കുന്നത്. 23,000 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്, നമുക്കത് വരച്ചിട്ടേക്കാം. 23,000 സൈക്കോളജിക്കൽ സപ്പോർട്ട്, 23,000. എനിക്കറിയാം നിങ്ങൾ അക്ഷമരാന്ന്, പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിങ്ങനെ പറ്റും. നിങ്ങൾക്ക് പറ്റുന്നവർ കാണുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 23,000 ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് ഇച്ചിരി വലുതാക്കിയേക്കാം. 23,000 സൈക്കോളജിക്കൽ സപ്പോർട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ മാർക്കൻ്റെ അത് അവിടെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, അത് പൊട്ടിയാൽ പിന്നെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,878. ഓക്കെ, അതിനുശേഷം നമുക്കിനി താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി പിന്നുള്ളത് ഈ സാധനമാണ്. ഈ സാധനം ഇതാ നമ്മുടെ ഏതാണ്, ബജറ്റല്ല, ഇലക്ഷൻ്റെ ദിവസത്തിനന്നത്തെ ആ സംഭവമാണ് പിന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ആ ഏരിയയും ഒരു സപ്പോർട്ട് ഏരിയയാണിത്. ഇതിനെ നമുക്ക് ഒന്ന് റെഡ് കളറാക്കാം. വീക്കിലി ബേസിസിൽ ഇതൊരു സപ്പോർട്ട്, അതൊരു സപ്പോർട്ടായിട്ട് എന്നോട് കിടന്നോട്ടെ. ഇച്ചിരി ഒന്ന് കണക്ക് കുറച്ചേക്കാം, 2. ഓക്കെ, അടുത്തത് പിന്നെ ഉള്ളത് ഈ ഏരിയ 20,300. ഞാനിത് വരയ്ക്കാൻ നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ. അടുത്തത് 20,300 ഒരു സോണാണ്, അവിടെ ഒരു സോണാണ്. ഓക്കെ, നമുക്കത് നോക്കാം. എന്തുകൊണ്ടാണ് സോൺ പറഞ്ഞത്, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പ് ഒരു 23 വലിയൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യുകയില്ല. നമുക്കപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്കൊരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, അതിനെ കളഞ്ഞിട്ട് നമുക്കതിനൊരു ബോക്സ് വരയ്ക്കാം അവിടെ. ഓക്കെ, ഇതും നമുക്കതിനെ ഇത്രയും ഒരു ബോക്സ് വരച്ചിട്ടേക്കാം. ഇതാണ് ഓക്കെ നിഫ്റ്റിയുടെ ഒരു ബേസ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഓക്കെ, ഈ ബേസ് അവിടെ കിടന്നോട്ടെ. ഇതിനകത്ത് വന്ന് സപ്പോർട്ട് ഇത് നമ്മൾ ഇത്രയും കാണുന്നെങ്കിൽ ഇത് വലിയ സംഭവം അത് കേട്ടോ. അപ്പോൾ നിഫ്റ്റി അങ്ങനെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കണം. ഇതൊന്നും വരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ 20 എത്രയാണ്, 20,544 എൻ്റെ റേറ്റ്. അതിൻ്റെ നിങ്ങൾക്ക് വേണം അത് വേണം ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം അവിടെ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമ്മൾ പോസിബിലിറ്റി മാത്രം. 20,561. ഓക്കെ, എത്രയാണ്, 20,544. 20,544. ഓക്കെ, താഴത്തേത് എത്രയാണ്, 20,250. 20,270 ഉള്ളൂ, അത്രേ ഉള്ളൂ. 20,270. ഓക്കെ, 20,270. ഇത് രണ്ട് സംഭവമാണ്. ഇതൊരു മേജർ സംഭവം. ഓക്കെ, 23,266 അടുത്ത സപ്പോർട്ട്. പിന്നെ 21,878. പിന്നെ നമുക്ക് 23,000 23,000 താഴെ ഒന്നുകൂടെ നമുക്ക് നോക്കാം, ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. സപ്പോർട്ട് വീക്കിലി കിട്ടുമോ നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ ചെറിയ ചെറിയ റെസിസ്റ്റൻസുകളുണ്ട്, നമുക്ക് നോക്കാം. ഇത് ഒരു സംഭവമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. എന്തുകൊണ്ടാണ് ഞാനിവിടെ വരയ്ക്കുന്നത്, നിങ്ങൾ ആലോചിച്ചോണം. എന്തുകൊണ്ടാണ് ഞാനിവിടെ വരയ്ക്കുന്നത്, ഇത് നമ്മൾ നോക്കിക്കേ, ഇത് കാണിച്ചു തരാം.
ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളൊരു സ്റ്റഡിയാണേ, മറന്നുപോലെ. നോക്കിക്കഴിഞ്ഞാൽ 22,546 22,546 ഇതാ നോക്കിക്കേ. 1 2 3 4 5 6 7 പല പ്രാവശ്യം ഈ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം 22,546 നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. ഏതാണ്? 23,000 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 500 പോയിൻറ്റിൻ്റെ പൊട്ടൽ നമ്മൾ കാണണം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി കളിച്ചേക്കാം. ഓക്കെ, എന്നാലും ഈ ഒരു റേഞ്ച് നമ്മൾ സൂക്ഷിക്കുക. അടുത്ത റേഞ്ച് 23,878 21,878 അതും പൊട്ടിക്കഴിഞ്ഞാൽ 21,266 മേജറായിട്ട് പറയുവാണെങ്കിൽ 20,544. ഇവിടെ നിന്നും പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇത് നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, നമ്മൾ ജസ്റ്റ് കണ്ടത് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും 23,000 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അടുത്തത് അല്ലാത്ത ലെവൽ നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ടുകൾ നമുക്ക് കിട്ടും. നമുക്ക് ഡേയിലോട്ടൊന്ന് മാറി നോക്കാം. ഓക്കെ, മേലോട്ട് നോക്കി നമ്മൾ പറഞ്ഞില്ലല്ലോ. മേലോട്ട് നമ്മൾ പറഞ്ഞില്ല. ഒരു മിനിറ്റ്, വർക്ക് ചെയ്യുന്നില്ല. മേലോട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാനുള്ളത് ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് മേലോട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 24,873. ഓക്കെ, ഈ ബജറ്റ് അടുത്ത ആഴ്ചയല്ലേ. അപ്പോൾ ഈ ആഴ്ച നമുക്ക് ഇതുകൂടെ നോക്കാം. പിന്നെ പോവുകയാണെങ്കിൽ അത് അത്രയും പോകണ്ട, ഇത്രയും തൽക്കാലം. പിന്നെ അല്ലെങ്കിൽ അടുത്തത് 24,086. അത് ഇതാ ഇവിടെ 24,086. അതാണ്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ മോള് ഇതാ കറക്റ്റ്. ഓക്കെ, ഈ ഒരു ഏരിയയും 24,086. അപ്പോൾ ഈ രണ്ട് ഏരിയ നമുക്ക് മേലോട്ടുള്ളതും താഴോട്ടുള്ളത് ഈ പറയുന്ന ഇത്രയും ലൈനുകൾ നിങ്ങളുടെ ചാർട്ടിനകത്തിൽ നിങ്ങൾ വരച്ച് വെക്കുക. ഓക്കെ, ഇത്ര മാത്രമേ എനിക്ക് വീക്കിലി ബേസിൽ പറയാം. നമുക്ക് ഡേയിലോട്ടൊന്ന് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊരു സപ്പോർട്ടുകൾ നമുക്ക് കിട്ടും. ഇത് വീക്കിലി ബേസിലല്ലേ നമ്മൾ സംസാരിച്ചേ. നമുക്ക് ഇനി ഡേ ക്യാൻഡിലോട്ടൊന്ന് മാറ്റി നോക്കാം. ഡേ ക്യാൻഡിലോട്ട് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ചെറിയ സപ്പോർട്ട് നമ്മൾ വരച്ചൊക്കെ വളരെ കറക്റ്റ്. ഇതിനകത്ത് ചെറിയ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് ഒരു സംഭവം, ഈ ഒരു സംഭവം നമുക്ക് വരയ്ക്കാം. എത്രയുണ്ട്? 22,770. ഓക്കെ, 22,770 അവിടെ കിടന്നുണ്ട്. ഒരെണ്ണം കൂടെയാണ് ഇതിനിടയ്ക്ക് വരയ്ക്കാനുണ്ടോ? ഇതിനിടയ്ക്ക് വരയ്ക്കാൻ ഇതൊരു സപ്പോർട്ടായിട്ട് ചിലപ്പം ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചുമ്മാ ഞാനിങ്ങനെ വരയ്ക്കുകയല്ല കേട്ടോ, ഇതൊക്കെ കണ്ടിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല. ഇവിടെ ഞാൻ എന്തുകൊണ്ട് വരയ്ക്കുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. ഇവിടെ നോക്കി 1 2 3, ഇവിടെ നോക്കി കൺസോൾട്ടേഷൻ, അതിനുശേഷം ഇവിടെ 4 5. ഇത് വലുതാക്കി കാണിക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ വലുതാക്കി കാണിക്കാം. നിങ്ങൾ നോക്കി, ഞാൻ ഈ ചുമ്മാതെ വരയ്ക്കുകയല്ല, പൊട്ടൻ്റെ മാവേൽ ഒരു പോലല്ലോ വരയ്ക്കുന്നത്. നിങ്ങൾ നോക്കിക്ക്, ഇത് ഞാൻ ഇതല്ലേ വരച്ചേ. ഇത് ഇവിടെ നോക്കി 1 2, പിന്നെ നോക്കി ഇവിടെ എല്ലാം. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. ഇവിടെ വന്ന് റെസിസ്റ്റൻസ് എടുത്തു. ഇവിടെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇവിടെ ഡോജി. അപ്പം അതുകൊണ്ട് നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അപ്പോൾ ഇത്രയും തൽക്കാലം ഡേ ബേസിസിൽ നമുക്ക് ഇത്രയും നടക്കാം. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം മേലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡേ ഞാൻ ഇത്രയും വരച്ചു. ഓക്കെ, ഇനി മുകളിലോട്ട് നമുക്ക് 2 എണ്ണം വരച്ചു. താഴോട്ടുള്ള സപ്പോർട്ടുകൾ നമ്മൾ വരച്ചു. താഴോട്ട് സപ്പോർട്ടുകൾ വളരെ കൂടുതലായി. കാരണം പൊട്ടിയതായിട്ട് ഒറ്റയടിക്ക് ഒരു ഫ്രീ ഫോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റെസൻസുകൾ സപ്പോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം പെതുക്കെ പൊട്ടി 23,000, 22,780, 22,540, 22,546, പിന്നെ 22,142, 22,000 സൈക്കോളജി വേണമെങ്കിൽ വെക്കാം. പിന്നെ 21,878 അങ്ങനെ പോകുന്നു. മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ 24,086 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത്. വേണമെങ്കിൽ ഇവിടെ നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ, അല്ലെങ്കിൽ ഇത്. ആ ക്യാൻഡിലിൻ്റെ ഹൈ വേണ്ട, ഈ ക്യാൻഡിൽ ഹൈ തന്നെ നോട്ടെ, ഈ ക്യാൻഡിലിൻ്റെ ഹൈ. ഓക്കെ, മേലോട്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 23,500, 23,430. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, മേലോട്ട് തന്നെ പോകും. അപ്പോൾ ഇത്രയാണ് വീക്കിലി ബേസിലും ഡെയിലി ബേസിലും നമുക്ക് പറയാൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നടന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഏകദേശം. അപ്പോൾ നമുക്കിനി 5 മിനിറ്റിലോട്ട് പോകും. ഞാനിത് മുന്നേ കൂട്ടിയൊന്നുമല്ല, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഈ ട്രെൻഡ് ലൈനും ഇതുമായിരിക്കും നമ്മളുടെ മെയിൻസ്. അത് വേണ്ട, ഇൻട്രാഡേ നമുക്ക്
വേണ്ടാന്നേ, അത് നമ്മൾ വെറുതെ എന്തിനാ ചില ചുമ്മാ വരകൾ കൂട്ടുന്ന കാര്യമില്ല. ഇതിനകം ഈ ട്രെൻഡ് ലൈനും ഇതും ഈ സപ്പോർട്ടും ഇതിനകത്താണ് മാർക്കറ്റ് എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ വെരി ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ടാർഗറ്റ് ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. സെക്കൻഡ് ടാർഗറ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ ഇവിടുന്ന് മുകളിലോട്ട് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കാൻ നോക്കുക. ഓക്കെ, അതിനുശേഷം മേലോട്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് വളരെ മുഷിച്ചിലായിട്ട് തോന്നുന്നു എനിക്കറിയാം, പക്ഷേ പഠിക്കേണ്ടവരും കേൾക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാത്തവർ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ എനിക്കിതിപ്പോൾ നിങ്ങൾ കേട്ടാലും കേട്ടില്ലേലും എനിക്ക് എന്ത് നഷ്ടപ്പെടാനുണ്ടോ? ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ എൻ്റെ ട്രേഡുകളുമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, നമുക്ക് അടുത്തൊരു സപ്പോർട്ട് കൂടെ നോക്കാം. ഇത് ഈവൻ ഒരു സപ്പോർട്ട് ഉണ്ട്. കാരണം എന്താ, ഇവിടെ വന്ന് സപ്പോർട്ട്, ഇവിടെ പല പ്രാവശ്യം സപ്പോർട്ട്, ഇവിടെ പല പ്രാവശ്യം സപ്പോർട്ട്, ഇവിടെ കൺസോൾട്ടേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടിനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. 15 മിനിറ്റാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്കിതാണ് നോക്കാനുള്ളത്. ഇതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഇതാണ് ഇതൊന്ന് ഒരു മിനിറ്റ് നോക്കട്ടെ. 1 2 3. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഇൻട്രാഡേ ആണ്, നാളത്തേക്കുള്ള കാര്യം, തിങ്കളത്തേക്കുള്ള കാര്യമായി പറയുന്നത്. ഓക്കെ, 23,692. ഓക്കെ, അത്രയും വരെ മതി. ബാക്കി നാളെ വരയ്ക്കാം. വേണമെങ്കിൽ ഇവിടുത്തെ ഒരെണ്ണം വരച്ചിട്ടേക്കാം, അറിയാൻ പറ്റത്തില്ല ഇപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മുമ്പോട്ടുള്ള ഇൻട്രാഡേ ലെവലുകൾ. താഴോട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്ത് നമുക്ക് നോ ട്രേഡിംഗ് സോൺ ഇതിനകത്ത്. ഓക്കെ, ഈ ട്രെൻഡ് ലൈനും ഈ ലൈനും ഇടയ്ക്ക് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, ട്രേഡ് എടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരവും നാളെ ഫുൾ ഡേ ഉണ്ട്. നിങ്ങൾ നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കുക. സംശയമുള്ളവർ പഴയ വീഡിയോകളൊക്കെ പോയി എടുത്ത് വെച്ച് നോക്കി കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.